ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഒരു അവിയലാണ് കേട്ടോ, പിന്നെ തിലോപ്പി മുളക് അരച്ച് വെച്ചത്. അപ്പോഴേ ഞാൻ അവിയൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ആരൻ വന്നു. ആരന് ഞാൻ പറഞ്ഞില്ലേ, ഖത്തറിൽ നിന്ന് ഒരാൾ വന്ന് കുറച്ച് സാധനം തരുന്നു. അപ്പോൾ ആരൻ്റെ പപ്പ കൊടുത്തു വിട്ടതാണ്. അപ്പം മറ്റേത് കൊടുത്തോ, അവൽ. ആരൻ ദേ ഓട്ടോച്ചേട്ടനുമായിട്ട് പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്നാക്കിയോ കുഞ്ഞു? ഹെഡ് ലാമ്പ്. ഇത് തലയിൽ ഇങ്ങനെ കാണിക്കും, ഓരോന്ന് വീഡിയോ പിടിക്കുമല്ലേ, ധൃതി വയ്ക്കാതെ. ഇത് തലയിൽ ഇങ്ങനെ വയ്ക്കുന്ന ലൈറ്റ്. അത് ആരൻ കോഴിക്കൂട്ടി രാത്രി പോകുമ്പം ടോർച്ച് കയ്യിലെടുത്താൽ ഇൻകൺവീനിയൻ്റ് അല്ലേ, ടോർച്ചും പിടിച്ചുകൊണ്ട് കോഴിയെ. അപ്പം തലയിലിങ്ങനെ വെച്ചിട്ട് കണ്ടോ, അത് നല്ല കൺവീനിയൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതെനിക്ക് വേണ്ടിയുള്ള മുട്ടായിയാണേ. ഷുഗർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാനങ്ങനെ എന്തുവാ കാഡ്ബറിയുടെ ഇതൊന്നും അധികം കഴിക്കത്തില്ല. ഒന്ന് രുചിച്ചൊക്കെ നോക്കും. എനിക്കെപ്പോഴും ഇങ്ങനെ കൊണ്ടിരുന്നതും കൊടുത്തു വിടുന്നു ഫ്രൂട്ട്സിൻ്റെ മുട്ടായി. കണ്ടോ, ഫ്രൂട്ട്സിൻ്റെ. ഇതെനിക്ക് ബാഗിലൊരു 5-6 ഒരു ഡപ്പായ്ക്കകത്തിടും, ബാക്കി ഫ്രിഡ്ജ് വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് എവിടെയെങ്കിലും പോകുമ്പോഴേ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി. ഇത് എനിക്കിഷ്ടമുള്ള ബൗണ്ടി, ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷേ ഞാൻ കഴിക്കുകയില്ലെങ്കിലും കൊടുത്തു വിട്ടു, കാരണം അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായിയാണ്. ഇത് ഞാൻ കഴിക്കും, തേങ്ങാപ്പീര. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വല്ലപ്പോഴും ഇത് ആരന് കൊടുത്തു വിട്ടാ, ആഷറിനും ആരനും. ആരൻ ആഷറിനില്ല, എനിക്കൊന്നും. ഇത് എത്ര പാക്കറ്റുണ്ട്? ഒരു പാക്കറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് 2 പേർക്കും കൂടെ. അല്ല, ഇത് 3 ഞങ്ങൾക്ക് 3 പേർക്കുമാണ്. ആരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഇത് എനിക്ക് വേണം. 2 പാക്കറ്റല്ലേ? അതെ 2 പാക്കറ്റാ. അപ്പോൾ ഒരെണ്ണം നിനക്ക്, ഒരെണ്ണം അവന്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ഒരെണ്ണം അവനും, ഒരെണ്ണം പിന്നെ എന്നെ കുഞ്ഞും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരെണ്ണം നിനക്കും, ഒരെണ്ണം അവനും, അങ്ങനെ. പിന്നെ ബൗണ്ടിയും മറ്റേതും എനിക്ക്. അതും ഇവർ മുഴുവൻ കഴിക്കും. ഞാനിങ്ങനെ വായി നോക്കി നടക്കത്തേ ഉള്ളൂ. ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കുവേ. പിന്നെ ചെന്ന് ആവശ്യത്തിന് നോക്കുമ്പം ഒന്നും കാണത്തില്ല. അപ്പോൾ അവരെൻ്റെയും കൂടെ കഴിച്ചു തീർക്കും. ആരാണ് ഇവിടുത്തെ മുട്ടായി തീറ്റയുടെ ആൾ. പിന്നെ ഇവിടെ കത്തിയെല്ലാം ഒടിഞ്ഞു പോയായിരുന്നു. ചക്ക വെട്ടി കത്തിയെല്ലാം ഒടിഞ്ഞു പോയായിരുന്നു. എന്തായാലും കത്തി വേണമെന്ന് പറഞ്ഞ് കത്തി കൊടുത്തു വിട്ടു. പിന്നെ ഈ ടോർച്ചും എമർജൻസി, ഇവിടെ എമർജൻസിയും പോയായിരുന്നു, ടോർച്ചും പോയായിരുന്നു. അപ്പം അതും കൊടുത്തു വിട്ടു. എല്ലാവരും വരുമ്പോൾ അങ്ങനെ കൊടുത്തു വിടാൻ പറ്റിയില്ല. അവരാകെ 30 കിലോ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളന്നേരം ചോദിക്കുന്നതിനെ തെറ്റാണ്. പിന്നെ ഇത്രയും സാധനം അത്യാവശ്യം ആയതുകൊണ്ട്, നമ്മൾ വേണ്ടപ്പെട്ട ഒരാളും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ലൈറ്റ് വെയിറ്റ് അല്ലേ നോക്കിയിട്ട്. ഇങ്ങനത്തെയാണ് മറ്റേ എന്തുവാ, അയ്യോ കണ്ണ് പോന്നു, കണ്ണിലോട്ട് അടിക്കാതെ. LED പോലത്തെ അല്ലേ? ടോർച്ചും ഉണ്ടോ? അതെ. ഇത് വേറെ ടോർച്ച്. ഇതേ ഓഫറാണെന്ന് തോന്നല്ലേ, ടോർച്ച് 2 in 1 കോംബോ ഓഫർ. അതുണ്ടോ, നല്ല പവറാണോ? മതി, ഇല്ലാതിരിക്കുമായിരുന്നു. ഇവിടുത്തേത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കറണ്ട് പോയാലും പേടിക്കണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുവേ. എല്ലാ സംഗതി ഇങ്ങനെ അതിനകത്ത് ഇനി വല്ലതും ഉണ്ടോ? ഞങ്ങളിങ്ങനെ കൊടുക്കും. ഇപ്രാവശ്യം വാൺ ചെയ്തിരിക്കുക. ഇനി ആർക്കെങ്കിലും കൊടുത്താൽ മേലെ ഒരു സംഗതി തരത്തില്ലെന്നും പറഞ്ഞു. ഇത് കൂടിനകത്തിട്ട് വെച്ച് വാറണ്ടി കാർഡുണ്ട്. അങ്ങനെ ഞങ്ങളെ പേടിപ്പിച്ചിരിക്കുക. അതിൻ്റെ പൊക്കത്തോട്ട് വെച്ചു, ശരിക്കും വെച്ച് നേരെ വെച്ച്. അവിടെ ഇരുന്നാൽ ചെതല് പിടിക്കും, ആവശ്യമില്ല, എടുത്ത് കളയാം. അതും വാറണ്ടിയാണോ? അതിനകത്തിട് നോക്ക് എന്തോ വന്ന്. അപ്പം അങ്ങനെ. അപ്പോൾ ദൈവത്തിന് നന്ദി. വേണ്ടിയ സാധനങ്ങൾ കത്തിയും എമർജൻസിയും ടോർച്ചും ആയിരുന്നു. അത് കിട്ടിയതുകൊണ്ട് ദൈവത്തിന് നന്ദി. പൊട്ടിച്ചേ. അറ്റത്ത് വന്നിരിക്കുകയാണോ? അടുത്ത് പോയോ? എളുപ്പം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ. 2 ദിവസം ആയില്ലേ, ഫ്രീസറിൽ വെച്ചു. എൻ്റെ മുട്ടായി ഒന്നും ഇപ്പോൾ പൊട്ടിക്കണ്ട കേട്ടോ.
ഞാൻ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം. അല്ലാണോ? ഒരെണ്ണം ഞാൻ കഴിക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ്. ഇത്രയും ഫുള്ള് കഴിക്കുവാണോ? ഭയങ്കര ചോക്ലേറ്റ് തീറ്റിക്കാരനാ. അയ്യോ, ഭയങ്കര വിലയാ ആ മുട്ടായിക്ക്. ഇതെന്നാടാ പേര്? മോൾട്ടീസേഴ്സ്. ഭയങ്കര വില കേട്ടോ. ബട്ടർ. എനിവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പോയി മീൻകറി വെക്കട്ടെ. അവിയലേ വെച്ചോളൂ. ഇനി അടുത്ത് തിലോപ്പി വെക്കാൻ പോവാ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തിലോപ്പിക്കറി അടുപ്പത്ത് കയറി. ഇനി ആരൻ തേങ്ങ ഇടുക. ഇട്ട തേങ്ങ ഒക്കെ തീർന്നേ, 2 എണ്ണം കൂടെ ഉള്ളൂ. അപ്പം ദേ വലിച്ചിടുന്നു. തോട്ടി വെക്കാൻ ആരോഗ്യമില്ല. ഇതാണ് ആനത്തോട്ടി. പ്ലാവിൻ്റെയും തെങ്ങിൻ്റെയും കാലും പൊക്കമുള്ള തോട്ടിയാണ്. അങ്ങനെ കരിഞ്ഞത് മാത്രമേ ഇട്. ആശർ ബാക്കി കുരിയച്ചൻ നാളെ ഇട്ടോളും. അവനാകുമ്പോൾ തോട്ടി പിടിക്കാനൊരു ഇതുണ്ട്. യോ, അത് ദേഹത്തോട്ട് വീണിരുന്നെങ്കിലോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണേ. ചോറ്, തിലോപ്പിക്കറി, അവിയൽ, ചക്കക്കുരുവും മോര് കറി. ഞങ്ങൾ താഴത്തെ തൊടിയിൽ പോയി ചെടിയൊക്കെ കുഴിച്ച് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ടിപ്സ് ചെയ്യാൻ പോവാം. വിത്ത് ഒരു 3-4 എണ്ണം വിത്തും കൂടെ നടട്ടെ. ആരൻ ദേ ഇവിടെ. ആരൻ ഞാൻ മാങ്ങാപ്പഴം ചെത്തി കുഞ്ഞൂടെ വെച്ചിട്ടുണ്ട്. കഴിച്ചോളുവോ? വായി വെച്ച് തരണോ? നകത്തും കൂടി വെച്ചേക്കട്ടെ. ആരൻ ദേ ഇവിടെ ഷൂ ഫുള്ളും എടുത്ത് കഴുകുക. ആശറിൻ്റെ ആരൻ വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ. ആശർ എല്ലാ സൺഡേയിലും ഇതാ പരിപാടി. ആരൻ എല്ലാവരുടെയും അടുത്തങ്ങ് ഇടത്തേ ഉള്ളൂ. അല്ലേ ആരൻ? അപ്പം എന്നാൽ മാങ്ങാപ്പഴം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാങ്ങാപ്പഴത്തിൻ്റെ കാര്യം അതിനകത്ത്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ബാക്കി മാങ്ങാപ്പഴം ഇരിക്കുന്നല്ലോ, കട്ടൻ ചായയുടെ കൂടെ അതോടെ അങ്ങ് കഴിച്ച് തീർക്കാമെന്ന്. കാരണം ആരന് തണ്ണിമത്തൻ അങ്ങനെയുള്ളതൊക്കെയാണ്. എനിക്ക് മാങ്ങാപ്പഴം, കപ്പളങ്ങ ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അപ്പോൾ ഞാൻ ഓർത്ത് ആരൻ ഇപ്പോൾ ഓട്ടോച്ചേട്ടൻ വന്ന ആരൻ എൻ്റെ വീട്ടിലോട്ട് പോയി. 1 കിലോമീറ്റർ അപ്പുറമാണ്. അവനെല്ലാം ഞായറാഴ്ചയും അവിടെ പോയി ചർച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി അവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ. പക്ഷെങ്കിൽ ഇന്ന് ആരൻ നേരത്തെ അങ്ങ് പോയി. കാരണം ഞാൻ ചപ്പം കൊടുത്തു വിട്ട മുട്ടായിയും അതും ഇതുമൊക്കെ വല്യപ്പനും വല്യമ്മയ്ക്കും കുറച്ച് അവരുടെ വീതം കൊടുക്കാൻ വേണ്ടിയിട്ട് ധൃതി. അതിന് വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ കിട്ടിയാലും അവർക്ക് കൊടുക്കണം. അവരെ വലിയ ഇഷ്ടം. മാങ്ങാപ്പഴമേ നമ്മൾ ആട്ടിക്കൊണ്ടിരുന്നില്ലേ ഈച്ച വന്ന് പിടിക്കും. അയ്യോ, ചക്കപ്പഴവും മാങ്ങാപ്പഴവും ഒക്കെ എടുത്ത് അന്നേരം ഈച്ച വരും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഓട്ടോച്ചേട്ടനോട് പോയിരിക്കുന്നത്. അപ്പോൾ ചർച്ചിൽ അവൻ ഇന്ന് 6:30 തൊട്ട് എല്ലാ സാറ്റർഡേയും പുതിയ പരിപാടിയാണ്. ഞായറാഴ്ചയായിരുന്നു യൂത്ത് മീറ്റിംഗ്, അതിപ്പോൾ മാറി സാറ്റർഡേ പോയിച്ചേ. സാറ്റർഡേ 6:30 തൊട്ട് 7:30 വരെ രാത്രിയിൽ. അയ്യോ, എന്നാ ഈച്ചശല്യം രാത്രിയിൽ. അപ്പം അവന് ഇപ്പം അങ്ങ് പോയി. ഇപ്പം 3:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ പോയി. വല്യപ്പൻ കടയൊക്കെ അടച്ച് 7 മണിയാവും വരാൻ. വല്യമ്മയുണ്ടല്ലോ, വല്യമ്മയോട് വർത്തമാനം പറഞ്ഞിരുന്നിട്ട് 6:15 മേളിലോട്ട്, എൻ്റെ വീടിൻ്റെ മേളുവശത്തായിട്ടാണ് ചർച്ച്. അപ്പം ചർച്ചിലും പോയി ഓട്ടോച്ചേട്ടൻ്റെ കൂടെ 7:30 തീരുമ്പം വരും. അപ്പോൾ അതിന് മുന്നേ അവർക്ക് കൊണ്ട് അത് കൊടുത്ത് അവരുമായിട്ട് വർത്താനമൊക്കെ ഒന്ന് പറഞ്ഞേച്ച് ഇരിക്കാൻ വേണ്ടി. നാളെയും പോവും. ചർച്ച് കഴിഞ്ഞ് പുള്ളി പോയിട്ട് രാത്രിയേ പിന്നെ വരുള്ളൂ. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്നൊക്കെ ഉണ്ട്, പിന്നെ വൈകിട്ടും അവരോട് കഴിച്ചിട്ടൊക്കെ വരുവുള്ളൂ എന്ന്. അങ്ങനെയാണ്. അപ്പം ആരൻ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാങ്ങാപ്പഴവും കൂടെ ഒന്ന് കഴിച്ച് ചായയും കുടിച്ചിട്ട് എല്ലാ പണിയും തീർന്നു. മുറ്റമൊക്കെ തൂത്തു, എല്ലാം തീർന്നു. ചായയും കുടിച്ചിട്ട് അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നത്? വൈകിട്ടൊന്നും ഇനി ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട. ഞാൻ ചെയ്യാൻ പോകുന്നത് ടിപ്സിനുള്ളതെല്ലാം കലക്കി വെച്ചിരിക്കുക. തലയിൽ തേക്കാനുള്ളത്, മുഖത്ത് തേക്കാനുള്ളത്. തലയിൽ തേക്കാനുള്ളത് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തേക്കുന്ന എല്ലാവരുമേ. ഞാൻ അങ്ങനെയല്ല, രാവിലെ
കലക്കി വെച്ചിട്ട് വൈകുന്നേരം പോയിച്ചേ രാവിലെ കലക്കി വെച്ചിട്ട് വൈകുന്നേരം കുളിക്കുമ്പോൾ തേക്കും. ഒരു 8 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച തലയിൽ വെക്കുന്ന ആ ടിപ്പല്ല കേട്ടോ. ഇത് മുടി കറക്കുകയും കൂടെ ചെയ്യാൻ, നരയുള്ളവർക്ക് ഡൈ തേക്കാതെ തന്നെ മുടി കറക്കുകയും കൂടെ ചെയ്യാൻ സൂപ്പർ സാധനം. കാണിക്കാവേ. അതൊന്ന് കഴിച്ചിട്ട് തലയിൽ തേക്കാൻ പോവാം. മുഖത്തും തേക്കാം. മുഖത്ത് ഐശ്വര്യം വരാൻ വേണ്ടിയില്ലേ, മുഖ കാന്തി വർദ്ധിക്കാൻ, മുഖത്ത് നല്ല കാന്തിയും ശോഭയൊക്കെ ഉണ്ടാകാൻ, അതിനും മുഖം വെളുക്കാനും കൂടെ ഉള്ളതാണേ. അത് രണ്ടും കലക്കി വെച്ചിരിക്കുക. നമ്മുടെ മനസ്സ് നല്ലതാണ്, മുഖം നല്ലതായിരിക്കും. പക്ഷേ മനസ്സ് നല്ലതല്ലെങ്കിൽ മുഖം വറകലം പോലെ ഇരിക്കും. അപ്പം അതൊന്ന്. പിന്നെ മുഖത്ത് ഈ ഒരു സാധനം തേക്കുവാണെങ്കിൽ നല്ല കാന്തി കിട്ടും, നല്ല ഐശ്വര്യമില്ലേ. ആ പെങ്കൊച്ചിൻ്റെ മുഖം നല്ല ഐശ്വര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയല്ലേ നമ്മൾ. അത് നല്ല കാന്തിയും ശോഭയും വരാം. അത് ഞാൻ പറയാവേ എന്നാന്നേ. അതും കലക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് കാണിക്കാവേ. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് കുളിക്കണം. ഓക്കേ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ചെട കളഞ്ഞ് എണ്ണയൊക്കെ തേച്ച് കുറേ സമയമായി, 1 മണിക്കൂറോളമായി. കാരണം ഇച്ചിരി തിരക്കായിരുന്നേ, വിത്ത് പാകാൻ പോയി. അപ്പോൾ ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന എടുത്ത് അങ്ങ് തേക്കാം. എന്നാക്കിയാന്ന് പറയട്ടെ. ഞാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നറിയാം. ഇന്നാൾ മൈലാഞ്ചിയും മുട്ടയുടെ വെള്ളയും പിന്നെ ഹെന്നായും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാമോ? ഇന്നാൾ ചെയ്തത് മൈലാഞ്ചിയും മുട്ടയുടെ വെള്ളയും പിന്നെ തേയിലമട്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഇന്ന് അത് മുടി വളരാനും ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിലും മാറാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ അല്ലേ. പക്ഷേ ഇതുണ്ട്, എൻ്റെ മുടി നരയുണ്ട് എനിക്ക് ഇവിടെ ഈ ഫ്രണ്ടിലൊക്കെ. പക്ഷേ ഞാനില്ലേ ആ നര മാറാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി 1-2 പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടി പാർലറിൽ പോയി കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5-6 പ്രാവശ്യം ചെയ്ത് കാണുമായിരിക്കും. ഓരോ മാസം വെച്ച് ഇങ്ങനെ ഞാൻ ഡൈ വിത്ത് ഹെന്ന. ആദ്യമൊക്കെ ഡൈ ആയിരുന്നേ, പിന്നെ ഹെന്ന. ഞാൻ പറഞ്ഞില്ലേ ഞാൻ VIP ഷാമ്പൂ മേടിച്ച് 2019 ഹസ്ബൻഡ് വന്നപ്പം മേടിച്ച് തന്നിട്ട്, ഓൺലൈനിൽ മേടിച്ച് തന്നിട്ട് അതായിരുന്നു. ഇവിടെയൊക്കെ 1-2 നരയുള്ളത് കാരണം അങ്ങനെ തേക്കുന്നെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയി ഡൈ തേച്ചിട്ടുണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈ തേക്കുമ്പം ഭയങ്കര അങ്ങ് കറുത്തിരിക്കും. നാച്ചുറലായിട്ടുള്ള രൂപം തലയുടെ അങ്ങ് മാറും. ഡൈ ഇടുന്നവരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകം അറിയാമല്ലോ. അങ്ങനെ എനിക്ക് ഏതാണ്ട് പോലെ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചേ ഹെന്നായും ഡൈയും കൂടെ കൂടിയത് ചെയ്യാൻ പറഞ്ഞു. അത് അങ്ങനെ ചെയ്തു തന്നു കേട്ടോ. പിന്നെ അത് ഹെന്നായും ഡൈയും പിന്നെ ഇൻഡിഗോയും നീലേമരി അതുകൂടെയൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ 2 മാസമായി പോയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മുടിയൊന്ന് ഹീറ്റ് ചെയ്യാൻ രാമപുരത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടി ഞായറാഴ്ച ഞാൻ അവിടെ ചെന്ന് മുടിയൊന്ന് ഹീറ്റ് ചെയ്ത്, എനിക്കൊരു ഓൺലൈനിൽ വരുത്തിയ ഒരു ക്ലിപ്പുണ്ട്. മുടി ഇവിടം വരെ നല്ല കേളി ആയിട്ട് കിടക്കുന്ന നല്ല ഇവിടം വരെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ അത് വെച്ചാൽ ഒരു രസമുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ വരുത്തി 260 രൂപയാണ്. അപ്പോൾ അതൊന്ന് ക്ലിപ്പാണ്. ഇതിവിടെ ഇങ്ങനെ ക്ലിപ്പാണ്. അപ്പോൾ അത് നല്ല ഇങ്ങനെ വിടർന്ന് കേളിയായിട്ട് കിടക്കും. പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് വെക്കാൻ മേലെ ഇവിടുന്ന് കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വേണം ഇത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ. എന്നിട്ട് വേണം മേലത്തെ മുടി അഴിച്ചിടാം. പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് പോരാ അതിൻ്റെ ഇത്. അപ്പോൾ രാവിലെ രാമപുരത്ത് പോവുകയും വേണം. എനിക്കിതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് ഇന്ന് സാരി ഒന്നും ഉടുക്കാൻ എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അത് കാരണം ഞാൻ എന്നെ ചെയ്തു അവിടെ പോയാൽ മുടി വെപ്പിച്ചത്. അന്നേരം
എന്നോട് പറഞ്ഞു മുടി സ്ട്രൈറ്റൻ ചെയ്യണം, സ്മൂതനിങ് ചെയ്യണം. പിന്നെ ജോം ചേച്ചിക്ക് സ്മൂതനിങ് ചെയ്യുന്ന മുഖത്തിന് ഇണങ്ങുന്ന നല്ല ഇതിങ്ങനെ ചുരുണ്ടിരുന്ന അഴുക്കാന്നൊക്കെ പറഞ്ഞ് 2 പിള്ളേരും എന്നോട് പറയുവാണ്, സ്റ്റാഫ്. അപ്പം ഞാനാണെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞ് ഇനി സ്മൂതനിങ് ചെയ്യലെന്ന്. അന്ന് ഞാൻ ആ രാമപുരത്ത് പോകാൻ വേണ്ടി ഒന്ന് ടെമ്പററി 1 ഡേ ഒറ്റ ദിവസത്തേക്കുള്ള ഒരു ഇതുണ്ട്, സ്മൂതനിങ്, മുടിയൊന്ന് ഹീറ്റ് ചെയ്ത് ഒറ്റ ദിവസത്തേക്കൊരു ഇതുണ്ട്. ഒരു ദിവസം ഫുള്ള് നിന്നോളാം, പോത്തേ ഇല്ല. അപ്പോൾ അത് നനച്ചാലേ പിന്നെ പോത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഇല്ലേ, ഈ ഹീറ്റ് ചെയ്യുമ്പോൾ മുടിയെല്ലാം പൊഴിയുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇങ്ങനെ പപ്പും പൂടയും ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്കിന് അതെല്ലാം പോകാമെന്ന് പറഞ്ഞൊന്ന് ഓർത്ത് നോക്കി. എനിക്ക് സങ്കടം വന്നു. ഞാൻ അപ്പോൾ തിരിഞ്ഞ് ചോദിക്കാം, മോളെ മുടിയല്ലേ, എൻ്റെ മുടിയല്ലേ ഈ പൊഴിഞ്ഞ് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുക താഴെ കിടക്കുന്ന കണ്ടിട്ട്. അന്നേരം അവർക്കും അങ്ങ് വിഷമമായി. നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയെടുക്കുന്ന മുടിയല്ലേ. അന്നേരം എന്നാ ചെയ്യാനാ, പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പോകും. കാരണം ഞാൻ അപ്പം തന്നെ പിന്നെ ഞാൻ തീരുമാനിച്ചു 100% ഉറപ്പിച്ച് ഇനി ഞാൻ ഹീറ്റ് ചെയ്യുന്നില്ല, സ്മൂതനിങ് മുടി ചെയ്യത്തില്ലെന്ന്. ഇതുപോലെ ഓരോന്നൊക്കെ മെനക്കെട്ട് എല്ലാ ദിവസവും എണ്ണയിലൊക്കെ മാറി മറിച്ചും തേച്ച് മുടി സംരക്ഷിക്കത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ തേക്കുമ്പോൾ നമ്മൾ മുടിയിൽ ഇങ്ങനെ എണ്ണയും വെച്ചൊരു 10-20 മിനിറ്റ് അല്ല അരമണിക്കൂർ വെച്ചുകൊണ്ട് നടക്കും. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളും തേക്കുമ്പോൾ നമുക്ക് മുടിക്ക് നല്ലതല്ലേ. മുഖത്തിനും നമുക്കങ്ങനെയെല്ലാം ഓരോ ദിവസവും ഓരോന്ന് മാറി മാറി തേച്ച് അതും അങ്ങനെ ചെയ്താൽ അതല്ലേ നല്ലത്. വെറുതെ നമ്മൾ മുടി പൊഴിഞ്ഞു പോകുന്നതിലും നല്ലതല്ലേ പോയി സ്മൂതനിങ് ഒന്നും ചെയ്യാത്ത. അല്ലെങ്കിൽ ഞാനിനി ഉറപ്പിച്ചു സ്മൂതനിങ് ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ വല്ല ഫങ്ഷൻ നമ്മളുടെ സ്വന്തപ്പെട്ടവരുടെ വരുമ്പം പോയി ഒന്ന് ടെമ്പററി എന്തെങ്കിലും ഒരു മേക്കപ്പ്, ഒരു പുതുമയ്ക്ക് വേണ്ടി അങ്ങനെ വല്ലതും ചെയ്യാനേ പോകത്തുള്ളൂ. അങ്ങനെ തീരുമാനിച്ചിരിക്കുക. അപ്പം ഞാൻ മുടിയുടെ സംരക്ഷണം തുടങ്ങിയായിരുന്നില്ലേ, നിങ്ങളെ അന്ന് കാണിച്ചു തന്നില്ലേ, മുട്ടയുടെ വെള്ളയും ഹെന്നായും പിന്നെ ചായമട്ടും കൂടെ ഉള്ള. അപ്പോൾ അതായിരുന്നു ഞാൻ 2-3 പ്രാവശ്യം തേച്ചത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം പുതിയതായിട്ട് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇതാണ്. പല 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 യൂട്യൂബേഴ്സ്, ഒത്തിരി മില്യൺ കണക്കിന് ഇതുള്ളവരുടെ ടിപ്പ് ഞാൻ കണ്ടതാണ്. അത് പക്ഷേ കറക്റ്റാണെന്ന് എനിക്കും തോന്നി. കാരണം എൻ്റെ ബ്യൂട്ടീഷ്യനും അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ തമ്മി പറയുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ മനസ്സിലാക്കിയപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ, അവരങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇതും ശരിയായിരിക്കും എന്നോർത്ത് ഞാൻ ഓർത്തെന്നാൽ അത് ചെയ്യാമെന്ന് വെച്ച് ഒരുപാട് പേരുടെ ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ട് എനിക്ക് നമുക്കൊരു മനസ്സിലൊരു വിശ്വാസം വരണമല്ലോ, ഇത് തേക്കാം, വിശ്വസിക്കാമെന്നൊക്കെ. കാരണം മുടിയേലും മുഖത്തേലും തേക്കുമ്പോൾ സൂക്ഷിച്ചു വേണ്ടേ. അപ്പോൾ ഞാൻ അതങ്ങ് ഉറപ്പിച്ചു. എന്നിട്ട് എൻ്റേതായ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ കലക്കി രാവിലെ വെച്ചതാണ്. അപ്പോൾ 8 മണിക്കൂറൊക്കെ ആയല്ലോ. അപ്പോൾ ഇനി അതൊന്ന് തേക്കാം. ഒരു ദിവസം അങ്ങനെ ഇരുന്നിട്ട് പിറ്റേ ദിവസം തേച്ചാലും ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇത് മതി, മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കലക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്നാക്കിയാന്ന് പറയട്ടെ. 1 ഗ്ലാസ് വെള്ളം എടുത്തു, പെട്ടെന്ന് പറയാം. അത് 1/2 ഗ്ലാസ് ആകുന്നോടം വരെ അതിനകത്ത് 3 ടേബിൾ സ്പൂൺ തേയില ഇട്ട് 1/2 ഗ്ലാസ് ആകുന്നവരെ അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി മാത്രമല്ല 1 ടേബിൾ സ്പൂൺ ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇട്ടു. പിന്നെ ഒരു 3 ടീസ്പൂൺ നീലയമരി ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ടു. പിന്നെ 1 മുട്ടയുടെ വെള്ളം ഇട്ടു. 3 ടേബിൾ സ്പൂൺ ഹെന്ന ഇട്ടു. 6 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം. 1 ടീസ്പൂൺ റോസ്മേരി. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് പോലെ ഇങ്ങനെ കൊടുത്തേക്കാവേ. നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇനി നമുക്ക് മുഖത്തിൻ്റെ കാര്യം നോക്കാം. മുഖത്ത് എന്നാണെന്നറിയാമോ, 2 ഐറ്റമേ ഉള്ളൂ. മുഖകാന്തി വർദ്ധിക്കാനാണ്, മുഖത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ. ഞാനിത് ചെറുപ്പത്തിൽ മഞ്ഞളും രക്തേന്തനും ഒക്കെ അല്ലേ തേച്ചിട്ടുള്ള. കസ്തൂരി മഞ്ഞൾ അമ്മ ഗൾഫിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ കസിൻസ് എല്ലാം കൂടെ ഞങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഓരോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ തേക്കുന്ന ഒരു സാധനമായിരുന്നു. മുഖകാന്തി വർദ്ധിക്കുമെന്നും പറഞ്ഞ് ആരോ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങളത് എൻ്റെ അമ്മയുടെ അനിയത്തി തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്.
ആണെന്ന് തോന്നുന്നു, അതോ ഇനി വേറെ വല്ലവരും പറഞ്ഞാണോ, പ്രായമായ ആരോ പറഞ്ഞു തന്ന. അപ്പോൾ ഞാൻ തേനും കസ്തൂരി മഞ്ഞളും പിന്നെ നല്ലതാണെന്നറിയാം, തേനും കസ്തൂരി മഞ്ഞളും. അന്നേരം തേണ്ടേ ചെയ്ത് കണ്ടോ, ഈ കളറാണ് കസ്തൂരി മഞ്ഞളും തേനും കൂടെ എടുക്കുമ്പോൾ. പക്ഷേ സ്തോത്രം, പക്ഷേ കടലമാവും തൈരും കൂടെ ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് കഴിഞ്ഞ് കസ്തൂരി രക്തേന്തനും തേനും പറഞ്ഞു തന്നില്ലേ കരിമംഗല്യത്തിന്. പിന്നെ ഇപ്പോൾ ഇതായില്ലേ മുഖകാന്തി വർദ്ധിക്കാൻ. അപ്പം 3 കാര്യമായി, ഭയങ്കര ഇടി വെട്ടുന്നു. 3 കാര്യമായില്ലേ. അപ്പം എന്നാക്കിയായി, ടാൻ പോകുന്നതിന് തൈരും കടലമാവും, കരിമംഗല്യം പോകാൻ തേനും കരിമംഗല്യം പോകാൻ തേനും രക്തേന്തനും, മുഖകാന്തി വർദ്ധിക്കാൻ കസ്തൂരി മഞ്ഞളും തേനും. അപ്പോൾ ദാ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ വന്നിരിക്കുക കേട്ടോ. കുളിച്ച് നനഞ്ഞ കോഴി പോലെ വന്നിരിക്കുന്നത്, മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. തോർത്തിയെങ്കിലും ഉണങ്ങിയില്ല. ഞാൻ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ആക്കണ്ടേന്ന് വെച്ച് ഞാനങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ കോതി വെച്ചിട്ട്, നനഞ്ഞ മുടി കാ പിടിക്കുമെന്നല്ലേ പറയുന്നത്, കൈ കൊണ്ട് കോതി വെച്ചിട്ട് വേണ്ട വന്നിരിക്കുക. അപ്പം മുടി നോക്കി കറുത്തത് കണ്ടോ. എൻ്റെ ഈ ഉച്ചിയില്ലേ, ഉച്ചി ഭാഗത്ത് ഇവിടെയും നല്ല ഇങ്ങനെ ഒരു 8-10 നരം അവിടെ ഇങ്ങനെ ഇവിടെ വാഗച്ചിൽ ഇങ്ങനെ ഞാൻ ചെരിച്ചെടുക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് 5-8-10 നരം നിൽക്കുക. അപ്പം വൃത്തികേടല്ലേ. പിന്നെ വേണ്ടേ ഇവിടെ, പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ അത്രയും നരയൊക്കെ ഉള്ളത്. പിന്നെ അകത്തോട്ട് കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും നീളത്തിലുള്ള മുടി ഇങ്ങനെ നരച്ച് നിൽക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പം എനിക്ക് പുതിയ നരകളൊന്നും വരുന്നില്ല. ഞാൻ ഡൈ തേക്കുന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഡൈയുമില്ല, ഒരു സംഗതിയും ഇല്ല. അപ്പം 2 മാസത്തോളമായി ഒന്നിനും പോകുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു മാസത്തിന് മേളിലായിട്ട് 1.5 മാസമായിട്ട് തലയിൽ അതും ഇതുമൊക്കെ അരച്ചത് ഹെന്നായും പിന്നെ അങ്ങനെ അതും ഇതുമൊക്കെ തേക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അതുകൂടാതെ ഞാൻ യൂട്യൂബിലെല്ലാം ഇങ്ങനെ കണ്ടു, ഈ പിന്നെ ഇൻഡിഗോ പൗഡർ, നീലയാമരിയും ഇന്ന കാര്യം ഞാനിന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളൊക്കെ പലരുടെ ഇതിനകത്ത് പല കാര്യങ്ങളും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കൂടിയും പിന്നെ എൻ്റെ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഇട്ടാൽ ഞാൻ ലിസ്റ്റ് കാണിച്ചില്ലേ, അത്രയും കാര്യമായിട്ട് ഞാൻ തലയിൽ തേച്ചത്. നോക്കി നല്ല കറുത്ത മുടിയല്ലേ കേട്ടോ, ഒറ്റ നരയില്ലാതെ നല്ല കറുത്ത് കേട്ടോ. പിള്ളേരെ ഞാൻ ഡൈ തേക്കത്തില്ലെന്ന് പറഞ്ഞാൽ തേക്കത്തില്ല. ഞാൻ പറയാം നമ്മുടെ തലയ്ക്ക് കേടാ, കണ്ണിന് കേടാ, മുഖത്തൊക്കെ റിയാക്ഷൻസ് ഉണ്ട്, അലർജി എന്തെങ്കിലും പ്രശ്നം വരും, തലയ്ക്കും പ്രശ്നങ്ങളൊക്കെ വരും, മുടിയേൽ സ്കിന്നേലൊക്കെ തലയോട്ടിയിലൊക്കെ. അപ്പം ചെയ്യരുത്. ഞാൻ ഇന്ന് കാണിച്ചില്ല, അത്രയും കാര്യം മാത്രം ചെയ്തു. ഇതുപോലെ എപ്പോഴും മുടി കറുത്തിരുന്നോളൂ. മാസത്തിൽ 2 പ്രാവശ്യം തേക്കാം കേട്ടോ. പിന്നെ ചിലർ കാണിച്ചപ്പം ഇന്നലെ ജയക്കൊച്ചും പറഞ്ഞില്ലേ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത്, അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് കമൻ്റ് ഇട്ട് ആ കണ്ട വീഡിയോക്കാരോട് ചോദിച്ചുമില്ല. ജയക്കൊച്ചിനറിയാമെങ്കിൽ പറഞ്ഞു തരണം ഇരുമ്പ് ചീനച്ചട്ടിയിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന്. എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ല. ഞാനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു കൽച്ചട്ടിയും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയും എനിക്ക് വാങ്ങിക്കണമെന്ന്. ഞാൻ വാങ്ങിച്ചില്ല, വില കൂടുതലായതുകൊണ്ട് ഇതുവരെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഓൺലൈനിലൊക്കെ വലിയ വിലയൊന്നുമില്ല, പക്ഷെങ്കിൽ നമ്മൾ നാടൻ ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കിനും നല്ല വിലയുണ്ട്. ഞാൻ എറണാകുളത്ത് ചോദിച്ചപ്പോഴത്തേക്കിനും മറ്റേ ആ തൃപ്പൂണിത്തറയിൽ ഞാൻ ചട്ടി വാങ്ങിച്ച് അവിടെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്കിനും എനിക്ക് ഏതാണ്ട് 1800 അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ഓൺലൈനിലൊന്ന് തപ്പട്ടെ, ഓൺലൈനിൽ കളിപ്പീരാവുമോ കൽച്ചട്ടിയും
പിന്നെ ഇതും മേടിക്കണം എനിക്ക്, കൽച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടി. നോക്കട്ടെ, പൈസ ഇല്ലാതിരിക്കുക. എനിക്ക് ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ ബീഫൊക്കെ ഉലർത്താനൊക്കെ ഇരുമ്പ് ചീനച്ചട്ടി നല്ലതാണ്. പിന്നെ വഴങ്ങി വന്നാൽ പാലപ്പമൊക്കെ ചുടാൻ നല്ല. പാലപ്പം ചുടുന്ന ഒരു ഇരുമ്പ് ചീനച്ചട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ ശരിയാ, പാലപ്പം ചുടുന്ന ഇരുമ്പ് പാലപ്പച്ചട്ടി എനിക്കിവിടെ ഇരിപ്പുണ്ട്. അയ്യോ അതിൻ്റെ കാര്യം മറന്നുപോയി. ഞാനിവിടെ ഒക്കെ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് എന്തേലും ഇരുമ്പിൻ്റെ ഐറ്റം ഉണ്ടോ. ഒരു ചപ്പാത്തിയുടെ ഇരുമ്പിൻ്റെ തവയുണ്ട് എൻ്റെ ഇൻഡോറിൽ നിന്ന്. എൻ്റെ അമ്മയുടെ അനിയത്തി എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇൻഡോറിലായിരുന്നേ അമ്മയുടെ അനിയത്തിയെ. അപ്പം എനിക്ക് അവധിക്ക് വന്നപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ട്, ചപ്പാത്തി അവരൊക്കെ ഈ പിടിയുള്ള ഒരു തടിയുടെ പിടിയുള്ള, നോർത്തിലുള്ളവർക്കറിയാം, മുംബൈ ചയൻസിനും ബിജീസിനും ഒക്കെ അറിയാം, അഭിയാൻ്റെ അതുനും ഒക്കെ അറിയാം. പിടി ഇങ്ങനത്തെ തടിയുടെ പിടിയുള്ള നല്ല കനമുള്ള ഇരുമ്പിൻ്റെ ഇതാണ്, എന്തുവാ, ഇരുമ്പിൻ്റെ തവ. അപ്പോൾ അതിനകത്ത് അവരൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല സാധനം. അതെനിക്കിവിടെ ഇരിപ്പുണ്ട്. അതിങ്ങനെ ഞാൻ ഓർത്തായിരുന്നേ. പിന്നെ ഞാൻ കുറേ ആയി അത് ഉപയോഗിച്ചിട്ട്. ഈയിടെ ഞാൻ അതെടുത്തൊന്ന് നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും പിന്നെ ഞാൻ ഓർത്ത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ഓർത്ത്. എന്നിട്ട് പിന്നെ ഞാൻ ചുമ്മാ സ്റ്റീലിൻ്റെ ഒരു ഇതിനകത്താണ് ഉണ്ടാക്കിയത്. സ്റ്റീലിൻ്റെ ഒരു ചെരുവയില്ലേ, അതിനകത്ത് ഉണ്ടാക്കിയത്. ഇനി ഞാൻ ഉണ്ടാക്കുമ്പം എനിക്ക് പൈസ കിട്ടി മേടിക്കുമ്പോഴല്ലേ ഉള്ളൂ ഇരുമ്പ് ചീനിച്ചട്ടിയും കൽച്ചട്ടിയൊക്കെ ആകത്തുള്ളൂ. അപ്പം ഞാനിനി ആ പാലപ്പത്തിൻ്റെ ചട്ടിയില്ലേ, അത് ഞാൻ ഇപ്പോഴും ഓർമ്മ വന്നേ. അത് പാലപ്പത്തിൻ്റെ എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഇതില്ല, അതുകൊണ്ട് പാലപ്പത്തിൻ്റെ ഇരുമ്പിൻ്റെ എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുണ്ട്, പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയുടെ അനിയത്തി കൊണ്ടു തന്ന സാധനം. അപ്പോൾ അത് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ മോട്ടർ നിറഞ്ഞല്ല ടാങ്ക് നിറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ആർഭാടത്തിൽ നിറയുക, ദേഷ്യം വരും. എന്നിട്ട് ഇരുമ്പ് ചീനച്ചട്ടി എന്താ പറഞ്ഞു വന്നേ, പാലപ്പത്തിൻ്റെ ചട്ടിയുണ്ട്, പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ട്, ഈ ചപ്പാത്തിയുടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പം പൈസ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഡയറക്റ്റ് പോയി വാങ്ങിക്കും. ഡയറക്റ്റ് ഭയങ്കര വിലയാണ് കൽച്ചട്ടിക്കും ഇതിനും. ഇവിടെ പാത്രക്കടയിലുണ്ട്, ഷായിലും സെൻറ്റ് ആൻ്റണീസിലൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാനിനി എങ്ങനെയായാലും ഓൺലൈനിലോ പാത്രക്കടയിൽ നിന്നോ എങ്ങനെയായാലും വാങ്ങിക്കും. ദൈവം സഹായിച്ച് ശിപ്പിച്ചാൽ സഹായിക്കണേ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ. ഈ തലയിൽ കുഴയ്ക്കുന്ന സാധനം തേക്കാനല്ല, അല്ലാതെ തന്നെ എനിക്ക് പാചകത്തിന് വലിയ ഇഷ്ടം. പോത്തൊലത്താനൊക്കെ ഇരുമ്പ് ചീനച്ചട്ടി നല്ല. പിന്നെ കൽച്ചട്ടി എന്ന് പറഞ്ഞാൽ നല്ല മാമ്പഴക്കറി, അവിയൽ അങ്ങനെയൊക്കെ വെക്കാനും ഒക്കെ നല്ല കേട്ടോ. അപ്പം അത് പോട്ടെ. അപ്പം എൻ്റെ മുടിയുണ്ടോ നല്ല കറുത്തിരിക്കുന്നത്, ഒറ്റ നര ഇല്ല, ഇച്ചിരി നരയുള്ളേ, ഇവിടെയൊക്കെ ഉള്ളതേ ഉള്ളേ, എല്ലാം ഇപ്പോൾ കണ്ട കറുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് അത്രയും സാധനം ഇട്ടിത് ആദ്യമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ വീഡിയോ ഒന്നും ആരും അറിയുന്നില്ല, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇടുമ്പോഴും ആരും അറിയുന്നില്ല. പിന്നെ അറിഞ്ഞാലല്ലേ ഉള്ളൂ എല്ലാവരും കാണത്തുള്ളൂ, എനിക്ക് റീച്ചൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താലല്ലേ ഉള്ളൂ എല്ലാവരും അറിയത്തുള്ളൂ. അതുകൊണ്ട് ജോമാസ് വേൾഡിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ടിപ്സിൻ്റെയൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ, ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ രണ്ടാമത് കാണിച്ചത് മുഖകാന്തി, മുഖത്ത് ശോഭ ഉണ്ടോ. എന്നെ നമ്മുടെ കുട്ടനാടിനും പിന്നെ എല്ലാവരും സുന്ദരിക്കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? പണ്ട് ചെറുപ്പത്തിൽ തേച്ചതാണ്, എന്നിട്ട് ഇതേ ഇപ്പോഴാണ് തേക്കുന്നത്. കസ്തൂരി മഞ്ഞളും തേനും നോക്കി, നല്ല മുഖകാന്തി ഇല്ലേ. പണ്ട് ഇങ്ങനെയാണ് ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ കസിൻ ബ്രദർ ഞങ്ങളിങ്ങനെ തേച്ചേച്ച് കഴുകി കഴിഞ്ഞിട്ടൊക്കെ വരുമല്ലേ. കഴുകി കഴിഞ്ഞ് വരുമ്പം ഞങ്ങളുടെ കസിൻ ബ്രദർ അപ്പാപ്പൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒപ്പം അവൻ എല്ലാം തേക്കും. അവൻ പറയും എടീ വെളുത്തണി എന്ന് പറയപ്പം ഞങ്ങളെല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ പിള്ളേരെ നിങ്ങൾ എല്ലാ ദിവസവും കസ്തൂരി മഞ്ഞൾ തേനിൻ്റെ കൂടെ തേച്ചില്ലേലില്ല, മുഖം കാന്താരി തേച്ച പോലെ നീറ്റല്ല. എൻ്റെ പൊന്നോ, എനിക്ക് ഒത്തിരി
ഒത്തിരി കാലം കൂടി തേച്ചിട്ടാന്ന് തോന്നുന്നു. ഒന്നാമത് എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. എന്തായാലും കാര്യം മതി അത്. എന്നിട്ട് എനിക്കങ്ങ് ഇതൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി എന്ന് എനിക്ക് പൊള്ളുന്ന പോലെ ഇതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര നീറുമായിരുന്നു തേൻ തേച്ചിട്ട്. പക്ഷെ അത് നല്ലതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അഴുക്കാണെങ്കിൽ അങ്ങനെ വരത്തില്ലല്ലോ, നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല ഐശ്വര്യം വരണമെങ്കിൽ, ഞാൻ കമ്മലിട്ടില്ല, മാലയിട്ടില്ല, പൊട്ട് തൊട്ടില്ല, ഇതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഉള്ള കാര്യം പറയുന്നതിനല്ല, ചെയ്യുന്ന കാര്യം അന്തസ്സായിട്ട് പറയണം അല്ലേ. എനിക്ക് ഭയങ്കര ഒരുങ്ങി നടക്കുന്ന ഇഷ്ടം, എനിക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇടുന്നതും ഇഷ്ടം, എല്ലാം നല്ല ഒരുങ്ങിയ ഇഷ്ടം. ഞാൻ പണ്ട് സ്ഥിരം മുല്ലപ്പൂ ഒക്കെ വെക്കുന്ന ആളായിരുന്നു, പട്ടത്തിക്കൊച്ചാന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത്. അങ്ങനെ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. മുറ്റത്ത്, ഞങ്ങളുടെ മുറ്റത്ത് കുടമുല്ല ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ടാവുമായിരുന്നു കേട്ടോ, തറവാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്നും രാവിലെ എണ്ണ വെച്ച് കുളിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വൈകിട്ട് വരുമ്പോൾ അമ്മ മഞ്ഞളൊക്കെ തേപ്പിക്കും, രാത്രി രക്തേന്ദന അരച്ച് തരും, അത് നമ്മളും അരച്ച് തേച്ചോണം, എന്നിട്ട് രാവിലെ കഴുകിക്കളയാൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ മുഖം പോകാതെ ഒരു കുഴപ്പമില്ല. ദൈവം സഹായിച്ചു കേട്ടോ. ദൈവം വിചാരിച്ച ഒറ്റ സെക്കൻഡ് മതി നമ്മൾ നശിച്ചു പോകാൻ വേണ്ടി. പക്ഷേങ്കിൽ നമ്മളും പരിശ്രമിക്കണം, ദൈവത്തിൻ്റെ കൃപയും വേണം. അപ്പം എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കണം, നല്ല സുന്ദരികളായിട്ടിരിക്കണം. ഇതുപോലൊക്കെ തേച്ചോണം, മെനക്കെട്ട് തേക്കണം. എനിക്കാണെങ്കിൽ എന്ത് ജോലി എവിടെയെന്നറിയാമോ, അന്ന് പോലെ ഇന്ന് ആ താഴെ പോയി ആ ചെടിയെല്ലാം കളിപ്പിച്ചു. പിന്നെ ആ 3 മണിക്ക് മുമ്പായിട്ട് 2:45 ആയപ്പോൾ അവിടെ പോയിരുന്നു വിത്തൊക്കെ കുറേ പാകി പുറത്തോട്ട് വെയിലൊക്കെ അടിച്ച് കയ്യേലും കാലേലും പുറത്തും മുഖത്തും കടലയിലെല്ലാം വെയിലടിച്ച്. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് മുറ്റം എല്ലാം തൂത്തും എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇത് തേച്ചതൊക്കെ തലയിലും തേച്ചു, മുഖത്തും തേച്ചു നല്ലതായിട്ട്. പിന്നെ സോപ്പൊന്നും ഞാൻ ഉപയോഗിച്ചേ ഇല്ല. ഞാൻ മുഖത്തും ദേഹത്തൊക്കെ സോപ്പ് തേച്ച്, മുഖത്ത് പിന്നെ ഇത് തേച്ചുകൊണ്ട്, കസ്തൂരി മഞ്ഞൾ തേച്ചുകൊണ്ട് സോപ്പ് തേച്ചില്ല. മുഖത്ത് തേക്കല്ലേ, ഒരു സംഗതിയും തേച്ച് കഴിഞ്ഞ് സോപ്പ് തേക്കല്ലേ. പിന്നെ എണ്ണ നല്ല ശുദ്ധ വെളിച്ചെണ്ണ ദേഹം ഫുള്ള്, തലയിലും മുഖത്തും ദേഹം ഫുള്ള് കുളിക്കാൻ നേരം തേക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മഞ്ഞളും കസ്തൂരി മഞ്ഞളോ രക്തേന്ദനോ അങ്ങനെയുള്ളതൊക്കെ തേക്കണം. പിന്നെ അതുപോലെ തലയിൽ ഇങ്ങനെ ഇന്ന് പറഞ്ഞ ടിപ്പ് ആഴ്ച മാസത്തിൽ 2 പ്രാവശ്യം തേച്ചാൽ മതി. പിന്നെ ബാക്കിയല്ലാത്ത ഞാൻ പറഞ്ഞു തന്നില്ലേ, ചായമട്ടും മുട്ടയുടെ വെള്ളയും എണ്ണയും കൂടെ മറ്റേ മൈലാഞ്ചിയും കൂടെ, അത് ആഴ്ച 1 പ്രാവശ്യം തേക്കാം. എല്ലാ ശനിയാഴ്ച തേക്കാം കേട്ടോ. പിന്നെ വേറെ ഞാൻ പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സർവ്വ ഇല അരച്ച് തേക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുട്ടയുടെ വെള്ളയും തേയില വെള്ളവും പിന്നെ എണ്ണയും തേക്കുന്ന കൂടെ ഞാൻ ചിലപ്പോൾ പേരയില, ആര്യവേപ്പില, തുളസിയില, പനിക്കൂർക്കയില, കറ്റാർവാഴ, മുരിങ്ങയില, കയ്യണ്ണി, ഇത്രയും എൻ്റെ മുറ്റത്തുള്ള സാധനങ്ങൾ അതെല്ലാം കൂടെ അരച്ച് തേക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ഞാൻ തേക്കും. എല്ലാ ദിവസവും അല്ലേ, എനിക്ക് മിക്കവാറും എന്നതിലൊക്കെ കുഴപ്പവും പ്രശ്നമല്ലേ, അപ്പോൾ പിന്നെ നടക്കത്തില്ല. പിന്നെ തേക്കുന്ന ദിവസം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്നൊക്കെ തേച്ചെന്ന്. അപ്പോൾ എൻ്റെ വ്യത്യാസങ്ങളും അറിയാമല്ലോ. അതാണ് മുടിയൊക്കെ നല്ല ഒരു എന്നാ ഹെവിനെസ്, ഒരു എന്നാ തിക്നെസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഹീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയല്ലോ. ഒരു സംഗതിയും ചെയ്യില്ല, തലയ്ക്ക് ചൂട് പിടിച്ചാലേ മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും കേട്ടോ. വാല് പോലെ ഇനി ഈ ഭാഗത്തിങ്ങനെ, ഈ അടിയിലോട്ട് ഉള്ള ഭാഗത്തിങ്ങനെ മുടി ഉള്ളിൽ വെച്ച് വരണം. ഇതൊക്കെ പഴയ മുടിയാണ്, ഈ നീണ്ട മുടിയൊക്കെ. ഈ ചെറുതൊക്കെയാണ് അകത്തോട്ടുള്ള, ഈ ചെറുതൊക്കെയാണ് വളർന്ന മുടികൾ. അപ്പം വീഡിയോ ഇന്ന് ഭയങ്കര ലെങ്തായി കാണുമേ. എങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുമെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല, എല്ലാം അങ്ങ് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോയാൽ എന്നതാ കട്ട് ചെയ്യാനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾ കാണണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കണേ. മുഖകാന്തി, മുഖത്ത് ഐശ്വര്യം, സുന്ദരി കുട്ടിയാകട്ടെ. പിന്നെ മുടി കറുത്തിരിക്കണ്ടേ എപ്പോഴും. കറുത്തിരിക്കുമ്പം തന്നെ മുഖത്തിന് നല്ല ഇതല്ലേ കണ്ടോ ഞാൻ ചെയ്തേക്കുന്നത് കണ്ടോ. മാസത്തിൽ 2 പ്രാവശ്യം. അപ്പോൾ എല്ലാവരും ഇത് ലിപ്സ്റ്റിക് ഇട്ടാട്ടോ. ഇപ്പോൾ പോയി ചുമ്മാ ഇട്ടോട്ട് വന്ന്
അല്ല ചുണ്ട് കുഴപ്പമൊന്നുമില്ല, കറുപ്പൊന്നുമല്ല. ഞാൻ ചുമ്മാ ഒന്ന് ശകലം ഇട്ടെന്നേ ഉള്ളൂ, കുളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടി. അപ്പം വീഡിയോ വൈൻഡപ്പ് ആക്കുക. എല്ലാവരുടെയും കാല് പിടിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർട്ടൻ ശക്കല ഇങ്ങനെ മാറിയ കിടക്കുന്നത്, അതിലേക്കൂടെ നോക്കുക. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആരാണ് ഇനി വരുമ്പോൾ 8 മണിയാവും. യൂത്ത് മീറ്റിങ്ങിന് എൻ്റെ വീട്ടിൽ പോയിട്ട് യൂത്ത് മീറ്റിങ്ങിനും പോയിട്ടേ വരുള്ളൂ. ആശർ വരുമ്പം പാതിര. അത് കാരണം ഇങ്ങനെ കർട്ടൻ്റെ ഇടയിൽ കൂടെ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആകാൻ ഇട്ടിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ഒറ്റ കഥവും ജനലും തുറന്നിട്ടില്ല, എല്ലാം അടച്ച് താഴേക്കിട്ട് പൂട്ടി കയറി ഇരിക്കുക പുളിയും കഴിഞ്ഞ്. ഇനി 7:30 ആകുമ്പോൾ ആരൻ്റെ തീരെ 6:30 ആയതേ ഉള്ളൂ. 6:30 ആയില്ല, 6:30 ആകാൻ പോകുന്നേ ഉള്ളൂ. 6:30 തുടങ്ങത്തേ ഉള്ളൂ, 7:30 തീരുള്ളൂ. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ട് ഇരിക്കും. ആരൻ വരുമ്പോൾ കർട്ടൻ മാറ്റിയിട്ട് കുഞ്ഞാണോ കുഞ്ഞ് ഒളിച്ചിരിക്കും. എന്നിട്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ കുഞ്ഞുവിനെ കണ്ടു കഴിയുമ്പോൾ തുറക്കും. അങ്ങനെയാണ്. ആശർ രാത്രി വരുമ്പോഴും ആശറാന്നറിയാമെങ്കിൽ ഞാൻ ക്യാമറയിൽ കൂടെയൊക്കെ കണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒന്നുകൂടെ നോക്കുവേ. അതൊരു ഒരു ഹോബിയായിപ്പോയി, ജനലിൽ കൂടെ നോക്കി എന്നിട്ട് തുറക്കണം. അപ്പോൾ എനിവേ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ബട്ടണിലൊന്ന് തൊട്ടേ, ഇപ്പം തന്നെ ഒന്ന് തൊട്ടേ. ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ തൊടണം. അല്ല ജയ പറയുന്ന പോലെ ഞാൻ അടിച്ച് പൂട്ടിക്കും പറഞ്ഞേക്കാം. ലൈക്കിലൊന്ന് തൊട്ടേ. അതുപോലെ കമൻറ്റ് ചെയ്തേ, താഴെ കമൻറ്റ് ബോക്സിൽ വാ, എന്നിട്ട് പറ നല്ല വീഡിയോ ആണ്, നല്ല ടിപ്സാണ്, ജോമക്കുട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യാം, അങ്ങനെയൊക്കെ പറ. പിന്നെ അതുപോലെ ഷെയറും ചെയ്യാം. എന്നിട്ട് എളുപ്പം സബ്സ്ക്രൈബിൻ്റെ അവിടെ ഞെക്കിക്കേ, ഇപ്പം തന്നെ ഞെക്കിക്കേ, എല്ലാവരും ഞെക്കിക്കേ. അല്ലാതെ ആരും കാണില്ല, അടിച്ച് പൊട്ടിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഇപ്പം തന്നെ പോയി ലൈക്ക് ബട്ടണിൽ ഞെക്കുക, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കുക. ഇത്രയും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പം നാളെ സൺഡേ ആണ്. എല്ലാവരും ചർച്ചിലൊക്കെ പോവുക, പ്രാർത്ഥിക്കാൻ മിടുക്കരായിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യുവർ ചക്കരമ്മ.